ഹായ് ഗായ്സ്, ഇന്നപ്പം ഞാനിതാ കുറച്ച് വെറൈറ്റി മീനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വെറൈറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾ എന്തൊക്കെയാണുള്ളതെന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പം ഞാൻ പാത്രത്തിന് ഇങ്ങനെ അലങ്കരിക്കും കേട്ടോ. മീൻ കൊണ്ട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ മീനാണ് സിൽക്ക് എന്ന്. ഇത് കാണുമ്പോൾ എനിക്ക് ശരിക്കും ചിരി വരും. ഇതിന് ആരായിരിക്കില്ല ഇങ്ങനെ സിൽക്ക് എന്നൊക്കെ പേരിട്ടത്? ചിലപ്പം സിൽക്ക് പോലെ ഇങ്ങനെ തിളങ്ങിയിരിക്കുന്നതുകൊണ്ടായിരിക്കും കേട്ടോ. ഇതിൻ്റെ പേര് പ്രാച്ചി എന്നാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഒരു 3 സിൽക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല റെഡ് കളറിൽ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പം മീൻ കവറിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലെ 1-2 മാന്തയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ പൊതുവേ എനിക്ക് കുഞ്ഞു മാന്തയൊന്നും അധികം ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഈ മാന്ത നല്ല പൊരിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കൊരു ഭീമൻ ഞണ്ടിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാലം എങ്ങനെയൊക്കെയോ ഒടിഞ്ഞു പോയി കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ താലത്തിലുണ്ടായിരുന്നത്. ഈ മീനിൻ്റെ പേര് നിങ്ങൾക്ക് അറിയോ ഗൈസ്? ഇത് ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. ഏട്ടൻ അങ്ങനെ കൊണ്ടുവന്നിട്ട് ഞാൻ കണ്ടിട്ടുമില്ല കേട്ടോ. ഇത് കാണാൻ ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ആ ഫ്രണ്ടിൽ എന്തോ റെഡ് കളറൊക്കെ ഉണ്ട്. വാലിന് വേറൊരു കളറാണ് കേട്ടോ. കുറച്ച് വെറൈറ്റി ആയിരുന്നു. പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഞണ്ടും കുട്ടൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നല്ല വലിയ ഞണ്ടായിരുന്നു കേട്ടോ. ഒറ്റൊന്നും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്നത്തെ മീൻ കവറിൽ. അപ്പം നല്ല ഭീമൻ ഞണ്ടുണ്ടായിരുന്നു. അതിൻ്റെ കാലാരോ തല്ലി ഒടിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല നീളമുള്ള കാലായതുകൊണ്ട് ആര് കണ്ടാലും ഒന്ന് തല്ലിയെടുക്കാനൊക്കെ തോന്നും കേട്ടോ. അപ്പം ഇനി ബാക്കി തല്ലിയൊടിക്കലൊക്കെ അമ്മയ്ക്ക് കൊടുക്കാമോ. നല്ലോണം തല്ലി ഒടിച്ച് നല്ല അടിപൊളി കറിയും കൊണ്ട് ഉണ്ടാക്കി തരും കേട്ടോ. എന്ത് വലിയ കാലാന്ന് നോക്കിയ ഗൈസ്. ഈ ഒരു കാല് മതി നമുക്ക് ഇന്നത്തെ ചോറുണ്ടാൻ വേണ്ടിയിട്ട്. അപ്പം ബൈ ഗൈസ്, വീണ്ടും കാണാം അടുത്ത മീൻ പാത്രമായിട്ട്.